The key aspects of gatekeeping is a selection of news story. That is, the gatekeepers, like the journalist or the media person, they actually decide which news story should be considered important and worthy of coverage. And this decision is influenced by the factors like the relevance, its importance, timeliness, proximity, etc. നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂസ് വാല്യൂ എന്ന് പറയുന്നൊരു കാര്യം, അല്ലേ? അപ്പോൾ ന്യൂസ് വാല്യൂ, ഒരു ന്യൂസിന് ന്യൂസ് വാല്യൂ വരുന്നത് പലപ്പോഴും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. ലൈക്ക് ടൈംലിനെസ്, നമ്മൾ സമയാസമയത്ത് ഒരു കാര്യം നമ്മൾ സമയത്ത് കൊടുക്കുന്ന ഒരു വാർത്തയ്ക്ക് എപ്പോഴും ഒരു ന്യൂസ് വാല്യൂ കൂടുതലുണ്ട്. അതുപോലെ പ്രോക്സിമിറ്റി, നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു ആക്സിഡൻറ്റും അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നടക്കുന്ന ഒരു ആക്സിഡൻറ്റും അതേ സമയത്ത് അതേ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ആക്സിഡൻറ്റ് ജപ്പാനിൽ നടന്നു കഴിഞ്ഞാലും ഏതാണ് നമ്മുടെ പത്രങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത്, അത് നമ്മുടെ വാർത്ത തന്നെയാണ്, അല്ലേ? അപ്പം ഇൻറ്റൻസിറ്റി ഒരുപോലെ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് പ്രോക്സിമിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന വാർത്ത എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആളുകളെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പം സെലക്ഷൻ ഓഫ് ന്യൂസ് സ്റ്റോറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. വെയർ ഇൻ ഓൾ ദിസ് ന്യൂസ് വാല്യൂസ് കംസ് ഇൻ ടു പ്ലേ. ഈ പറയുന്ന ന്യൂസ് വാല്യൂസ് എല്ലാം അവിടെ മാറ്റർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ന്യൂസ് വാല്യൂസിൻ്റെ ബേസിസിലാണ് ഗേറ്റ് കീപ്പേഴ്സ് ഏത് ന്യൂസ് സെലക്ട് ചെയ്യണം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതാണ് ഫസ്റ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറി ഫ്രെയിമിംഗ് ആണ്. അതായത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പത്രത്തിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറി അത് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, ഹൗ വി ഷുഡ് ഫ്രെയിം ദാറ്റ്, ഇൻക്ലൂഡിങ് ദ ലാംഗ്വേജ് ദാറ്റ് ഷുഡ് ബി യൂസ്, ദ ആംഗിൾ ദാറ്റ് ഇൻ വിച്ച് ദ സ്റ്റോറി ഹാസ് ടു ബി ടേക്കൺ ആൻഡ് ദി ഓവറോൾ ഫ്രെയിമിംഗ് ഓഫ് ദി ഹോൾ സ്റ്റോറി. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ദിസ് ക്യാൻ റിയലി ഇൻഫ്ലുവൻസ് ഹൗ ദ ഓഡിയൻസ് ഇൻ്റർപ്രറ്റ് ആൻഡ് പെർസീവ് ദ ഇൻഫർമേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറി ഫ്രെയിമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹൗ വി ആർ പ്രസൻറ്റിംഗ് ദ സ്റ്റോറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, സ്റ്റോറി ഫ്രെയിമിംഗ്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് സോഴ്സ് സെലക്ഷനാണ്. അതായത് മീഡിയ പ്രൊഫഷണൽസ് യൂഷ്വലി ദേ റിലൈ ഓൺ എ നമ്പർ ഓഫ് സോഴ്സസ് ഫോർ ന്യൂസ്, അല്ലേ, ഫോർ ഇൻഫർമേഷൻ. ബട്ട് ഫോർ സെലക്ഷൻ ഓഫ് എ സോഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദേ ഷുഡ് ബി ക്രെഡിബിൾ, ദേ ഷുഡ് ബി റിലയബിൾ ആൻഡ് ദേ ഷുഡ് ഹാവ് പ്രോപ്പർ എക്സ്പെർട്ടൈസ് ആൻഡ് ആക്സസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് എപ്പോഴും ഒരു ഗേറ്റ് കീപ്പർ ഒരു സോഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ജേർണലിസ്റ്റുകൾ പല സോഴ്സസിനെ ആശ്രയിക്കാറുണ്ട് പലപ്പോഴും ഇൻഫർമേഷന് വേണ്ടിയിട്ട്. എല്ലായിടത്തും അവർ പോയി ഇൻഫർമേഷൻ കളക്ട് ചെയ്തോണം നിർബന്ധമില്ല. സോ ദേ വിൽ ഡിപ്പെൻഡ് ഓൺ എ ലോട്ട് ഓഫ് സോഴ്സസ്. അപ്പോൾ ദിസ് സോഴ്സസ് ഹാസ് ടു ബി റിലയബിൾ ആൻഡ് ദേ ഷുഡ് ഹാവ് പ്രോപ്പർ എക്സ്പെർട്ടൈസ് ആൻഡ് ദേ ഷുഡ് ബി ആക്സസിബിൾ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അവർ ഏത് സോഴ്സ് സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. അടുത്തത് ഇൻഫർമേഷൻ പാക്കേജിംഗ് ആണ്. ഹിയർ ഗേറ്റ് കീപ്പർ ഡിസൈഡ്സ് ഓൺ ദി ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഷുഡ് ബി പ്രസൻറ്റഡ്. എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ദാറ്റ് ഇസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ചോയ്സ് ഓഫ് ഹെഡ്ലൈൻസ്, ഇമേജസ്, ക്യാപ്ഷൻസ് ആൻഡ് അതർ എലമെൻറ്റ്സ് ദറ്റ് ഓവറോൾ കോൺട്രിബ്യൂട്ട് ടു ദ പ്രസൻറ്റേഷൻ ഓഫ് ദ ന്യൂസ് സ്റ്റോറി. ന്യൂസ് സ്റ്റോറി ആസ് സച്ച് എങ്ങനെ ഇരിക്കണം, അതിൻ്റെ ഹെഡ്ലൈൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ക്യാപ്ഷൻസ് കൊടുക്കണം, അങ്ങനെയുള്ള എല്ലാ എലമെൻറ്റ്സും ആഡ് ചെയ്ത് എങ്ങനെ അതിനെ ഒരു നല്ല പ്രോപ്പർ പ്രസൻറ്റബിൾ പാക്കേജായിട്ട് കൊടുക്കാം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് അടുത്തൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടൈം ആൻഡ് സ്പേസ് കൺസ്ട്രെയിൻസ് ആണ്. യൂഷ്വലി മീഡിയ ഹാവ് വെരി ലിമിറ്റഡ് ടൈം ആൻഡ് സ്പേസ് ടു പ്രസൻറ്റ് ഇൻഫർമേഷൻ. നമുക്കതറിയാം. ഓരോ ദിവസവും മീഡിയ ഹൗസസിൽ ദിൽ ഗെറ്റ് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻസ് ഇൻ ദ ഫോം ഓഫ് ന്യൂസ്, ഫീച്ചേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ് എക്സെട്ര. അപ്പം ഹൗ ദേ പ്രയോറിറ്റൈസ് തിങ്സ് ബേസ്ഡ് ഓൺ ദ ന്യൂസ് വാല്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അവരുടെ ആ ഒരു ടൈം ആൻഡ് സ്പേസ് കൺസ്ട്രെയിൻ്റെ ഉള്ളിലേക്കാണ് അവരിതിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ദേ ആർ മേക്കിംഗ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഓൺ ഹൗ ടു അലോക്കേറ്റ് ദിസ് റിസോഴ്സസ് എമംഗ് വേരിയസ് ന്യൂസ് സ്റ്റോറീസ്. അപ്പോൾ അവർ എഡിറ്റിംഗും ഒക്കെ ചെയ്ത് ട്രിമ്മിങ്ങും ഒക്കെ ചെയ്ത് അവർക്ക് പിന്നെ കിട്ടിയിരിക്കുന്ന ആ ചെറിയൊരു സ്ലോട്ടിൽ അല്ലെങ്കിൽ ചെറിയൊരു ടൈമിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്പേസിലാണ് അവർ ഈ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എഗെയിൻ ദേ ഹാവ് എ കൺസ്ട്രെയിൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് ദെയർ. അടുത്തത് അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റാണ്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് വെരി മച്ച് ക്ലോസ് റിലേറ്റഡ് ടു വോട്ട് വി കോൾ ഇറ്റ് ആസ് ഗേറ്റ് കീപ്പിംഗ്.
ഇതിൻ്റെ അകത്ത് മീഡിയ ഡസൻറ്റ് ഓൾവേസ് ടെൽ പീപ്പിൾ വോട്ട് ടു തിങ്ക്, ബട്ട് ഇറ്റ് ഓൾവേസ് റാദർ ഇറ്റ് സേസ് വോട്ട് ടു തിങ്ക് അബൌട്ട്. നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം, എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ മീഡിയ പലപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡേ ടു ഡേ ലൈഫിൽ. നമ്മൾ സാധാരണ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആവണമെന്നില്ല മീഡിയ ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് വി ഗെറ്റ് എ നോഷൻ ദാറ്റ് what the media discuss is what we should think about എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ പോവാറുണ്ട് പലപ്പോഴും. അപ്പം യൂഷ്വലി ദ മീഡിയ ഹാസ് എ പവർ ടു ഗെറ്റ് അവർ തോട്ട്സ് പ്രയോറിറ്റൈസ്ഡ്. അപ്പോൾ നമ്മുടെ തോട്ട്സിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിന് നമ്മുടെ ഒരു ഇഷ്യൂവിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കണം അല്ലെങ്കിൽ എന്നൊക്കെ ആക്ച്വലി തീരുമാനിക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങളാണ്. നമ്മൾ എന്തിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, നമ്മൾ എന്താണ് എങ്ങനെ വേണം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്നുള്ളതൊക്കെ പലപ്പോഴും തീരുമാനിക്കുന്നത് ഈ പറയുന്ന ഒരു അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്ന മീഡിയയുടെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്.